ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സീരീസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് കയ്യിൽ എന്തോന്നറിയാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു വെക്കേഷൻസ് ആണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യട്ടെ. അപ്പോൾ വിചാരിച്ചപ്പോൾ ഐ തിങ്ക് നമുക്ക് എൻ്റെ കൂടെ യൂട്യൂബ് തുടങ്ങിക്കൂടാ. സ്കൂളിൽ തുടങ്ങുന്നതിന് ബെറ്റർ റീച്ച് വരുന്ന അത്രയും കയറട്ടെ, നമുക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. എൻ്റെ ഈവനിങ് വ്ളോഗിനകത്ത് ഞാൻ ഇട്ടിരുന്നു ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇടുമെന്ന്. ആ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഫാമിലി കണ്ടൻറ്റ് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ ഫാമിലി ഒരു സൊസൈറ്റി, ബിക്കോസ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് തന്നെ സൊസൈറ്റിയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സൊസൈറ്റിയുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മക്ക് നല്ല സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അമ്മ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുക്കാനാണ് എൻ്റെ പ്ലാനിങ്. ലെറ്റ്സ് നമുക്ക് നോക്കാം എന്താവുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും മറക്കല്ലേ. പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെന്ന് പറയുന്നത് തന്നെ അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി കണ്ടൻ്റ് ആയിരിക്കും. പിന്നെ ഇച്ചിരി ടാസ്ക്കായിട്ടുള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോയിസ് ചേഞ്ച് ചെയ്ത് പറയുക, 24 മണിക്കൂർ പെട്ടെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുക, അതൊക്കെയാണ് ഇച്ചിരി പ്രോബ്ലമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. ബട്ട് വി വിൽ മാനേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഒരു ഫാമിലി കണ്ടൻ്റ് ആകുമ്പോൾ അമ്മ, അച്ഛൻ, ചിലപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ ഈ ഫണ്ടയിലെ രഘു, വല്ലമ്മൽസിൽ ജലജ, പിന്നെ ആരാ അവരുടെ 2 മക്കൾ, അങ്ങനത്തെ കുറച്ച് ഇതൊക്കെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നമുക്ക് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നാണോ എനിക്കറിയില്ല. നമ്മൾ ചെയ്തിരിക്കും നല്ലതിനെ, നല്ല ചെയ്യുന്നുള്ള ഉറപ്പും ആണല്ലോ. അപ്പോൾ ചെയ്യാം. അപ്പോൾ ഇതേ ഡ്രസ്സായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടാകാം, ഞാൻ എന്തോ വിചാരിച്ചെന്നറിയാം, നമുക്ക് ഇപ്പോഴും ഷൂട്ട് തുടങ്ങി ഈ ഒരു ഡ്രസ്സിൽ. അപ്പോൾ ഇത് ശാന്ത, എൻ്റെ കുറച്ച് അയൽക്കൂട്ടാങ്ങയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷോള് ശാന്തയുടെയും ഡ്രസ്സൊക്കെ ഇത് തന്നെ കേട്ടോ. ഷോള് ഞാൻ ഷോള് വേണമെങ്കിൽ മാറ്റി, ഡ്രസ്സ് ബോയ്സിൻ്റെ മാത്രം തുണികൾ ഞാൻ മാറ്റി. അപ്പോൾ ലെറ്റ്സ് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ഷോള് ശാന്തയുടെ, വേറൊരു ഷോള് ജലജയുടെ, വേറൊരു ഷോള് ജലജയുടെയാണ്. പിന്നെ ഈ വൈറ്റൊക്കെ പോകുന്നുണ്ട് സൗണ്ട്, അത് ലെറ്റ്സ് നമുക്ക് നോക്കാം ബൈക്ക്. അപ്പോൾ നമുക്ക് സെറ്റാക്കാം, പേടിക്കണ്ട. അപ്പോൾ അതാണ് ഇപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ്. രഘുവിന് വെള്ളമുണ്ടായിരിക്കും, വെള്ളമുണ്ടാണ് എല്ലാവരും എഴുതുന്നത്. ബട്ട് രഘുവിന് വെള്ളമുണ്ടും അവരുടെ കൂട്ടുകാർ പിന്നെ ഷർട്ടും പാൻറ്റും ആയിരുന്നു അവൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷർട്ടും പാൻറ്റും, ടീഷർട്ടും പാൻറ്റും നോക്കട്ടെ, പാടായിരിക്കുമോ, പെട്ടെന്നാവോ എന്തോ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഡീറ്റെയിലിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് എല്ലാം ചെയ്യണം. അപ്പോൾ ഷൂട്ട് തുടങ്ങാൻ സമയമായിരിക്കുന്നു. ഇനി എൻ്റെ വീഡിയോസ് എല്ലാം കൃത്യം 5 മണിയാകുമ്പോൾ, ഓക്കെ, ഒരു 5 മണിയാകുമ്പോൾ വീഡിയോസ് വരാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി നമുക്ക്. അപ്പോൾ ഇത് വെറുതെ
അപ്പോൾ നമുക്ക് ഈ ഒരു ഷോളിൽ തന്നെ ജലജ ആദ്യം തന്നെ നമുക്ക് മറ്റേ സീനൊക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ ഇതൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിനെ കുറേ നേരമൊക്കെ എടുക്കും. അതാ പറയാം 5 മണി ആകുമ്പോൾ വീഡിയോ വരുമെന്ന്. അപ്പോൾ ശരി എന്നാൽ ടാറ്റ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. ഷൂട്ട് ചെയ്യുമ്പോൾ ടാറ്റാ.